നമസ്കാരം. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും വിഷുക്കണിയൊക്കെ നന്നായിട്ട് കണ്ടില്ലേ? ഞങ്ങളും ഇവിടെ ബാംഗ്ലൂർ കോവിഡ് സിറ്റുവേഷൻ ആണെങ്കിലും ചെറിയ രീതിയിലൊക്കെ വിഷു ആഘോഷിച്ചു. അപ്പോൾ ഈവൂൻ്റെ വകയും ഞങ്ങളുടെ എല്ലാവരുടെയും വകയും നിങ്ങൾക്ക് നല്ലൊരു വിഷു കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ വിഷു ദിവസത്തിൽ ഞങ്ങൾ ഇവിടെ കുറച്ച് സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് ഐറ്റംസേ ഉള്ളൂ. പക്ഷെ അത് ഉണ്ടാക്കുന്ന രീതി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വിശേഷം അടുത്ത് തന്നെ വരികയാണെങ്കിൽ ഹെൽപ്പ് ചെയ്തു എന്ന് വരാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് മധുരത്തിൽ തന്നെ തുടങ്ങാം. ഡബിൾ ഹോസിൻ്റെ പാലട പായസം മിക്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊരു സ്പോൺസർഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. എളുപ്പത്തിൽ പായസം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷനാണ്. 1 ലിറ്റർ പാലിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ നേരത്തെ തന്നെ പറയാം, നമ്മുടെ സദ്യയുടെ പാലടയുടെ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ ഇതിന്. ഓക്കെ ടേസ്റ്റാണ്. എന്നാലും നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ്. പാല് തിളച്ച് കഴിയുമ്പോൾ പായസം മിക്സ് മൊത്തം അങ്ങോട്ട് ഇടുക. പഞ്ചസാരയൊക്കെ ഇതിൽ ഓൾറെഡി ഉണ്ട്. മധുരം ഇനി പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ അടുത്ത ഐറ്റത്തിലേക്ക് കിടക്കാം. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ക്യാബേജ് തോരനാണ് കേട്ടോ. അപ്പോൾ ക്യാബേജ് തോരൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ കൊത്തി അരിയല്ലേ ചെയ്യുക. അതൊന്നും വേണ്ടെന്നേ, എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. ഗ്രേറ്റർ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ഗ്രേറ്റർ, അതിൻ്റെ ഈ ഒരു മീഡിയം അല്ലെങ്കിൽ കുറച്ചുകൂടി ചെറിയ ഹോൾസ് ഉണ്ടല്ലോ, അതിൽ വെച്ചങ്ങ് ഗ്രേറ്റ് ചെയ്താൽ മതി. വളരെ എളുപ്പ പണിയാണ്, എളുപ്പത്തിൽ ചെയ്യാവുന്ന സംഭവമാണ്. അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കടുക് വറുത്തിടുക. എന്നിട്ട് കൂടുതൽ ഐറ്റംസ് ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അതായത് പച്ചമുളക് നമ്മളിപ്പോൾ ഇടുന്നില്ല, കാരണം ഇതൊക്കെ ഇവന് കൊടുക്കാനുള്ളതായതുകൊണ്ട് നമ്മളിതിൽ പച്ചമുളക് ആദ്യം ഇടുന്നില്ല. മഞ്ഞൾപ്പൊടി ഇടുക, ഉപ്പിടുക ആവശ്യത്തിന്, കറിവേപ്പില, പിന്നെ എണ്ണ ഒഴിച്ചിട്ടാണ് നമ്മളിത് ഇട്ടത് കേട്ടോ. അപ്പോൾ എണ്ണ ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചങ്ങ് വെക്കുക. ഓക്കെ, ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കുക. പിന്നെ ക്യാബേജ് വേവാൻ അധികം സമയം വേണ്ടല്ലോ. അടുത്ത ഐറ്റം നമ്മുടെ സ്പെഷ്യൽ ഐറ്റം അവിയൽ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ്. അപ്പോൾ അവിയലിന് ഒരുപാട് വെജിറ്റബിൾസ് നമ്മളിത് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പടവലങ്ങയും കൂടി അങ്ങ് കട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തൊക്കെ വെജിറ്റബിൾസ് ആണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് ഓൾറെഡി അല്ലേ? ഞാനതിൻ്റെ ലിസ്റ്റ് ഇതാ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം. വെളിച്ചെണ്ണ നല്ലോണം വേണം കേട്ടോ, കാരണം നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നേരെ ഈ പച്ചക്കറികളെല്ലാം അങ്ങ് ഇടുക. എന്നിട്ട് പച്ചക്കറികൾ ഇട്ടതിന് ശേഷം മാങ്ങ ഞാനിതിലേക്ക് ഇട്ടിട്ടില്ല കേട്ടോ. മാങ്ങ എനിക്ക് കിട്ടിയില്ല, അപ്പോൾ മാങ്ങ ആഡ് ചെയ്തിട്ടില്ല. അതിന് പകരം നമുക്ക് തൈര് അവസാനം ഒഴിക്കാം പുളിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഉള്ള ബാക്കി എല്ലാ വെജിറ്റബിൾസും ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. നല്ലോണം കറിവേപ്പില വേണം കേട്ടോ. കറിവേപ്പിലയുടെ ടേസ്റ്റും പച്ചമുളകിൻ്റെ ടേസ്റ്റുമാണ് ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ പച്ചമുളക്, നല്ലോണം കറിവേപ്പില, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ചും കൂടെ ചെറിയ പാത്രം കിട്ടിയില്ലേ പൂജ എന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? ഇതിപ്പോൾ എങ്ങനെ ഇളക്കുന്നല്ലേ? ഞാനും സത്യം പറഞ്ഞു അത് തന്നെയാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് ഇളക്കുന്ന സീൻ എന്തായാലും നിങ്ങളെ കാണിക്കുന്നില്ല. അതിനിത്തിരി ഞാൻ പാടുപെടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇത്തിരി പാടുപെട്ട് ഇളക്കി വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ. മഞ്ഞൾപ്പൊടി നല്ലോണം ഇടണം കേട്ടോ. നല്ല മഞ്ഞ കളർ വേണം. പിന്നെ പച്ചമുളക് വേണം, കറിവേപ്പില വേണം, ഉപ്പിടണം, നല്ലോണം വെളിച്ചെണ്ണയും വേണം. ഇത്രയും മതി അവിയലിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലേക്ക്. അപ്പോൾ ഇത്രയും സംഗതികൾ നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അപ്പം ഞാൻ പാടുപെട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുത്തോളൂ കേട്ടോ. എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്. അപ്പോൾ അതാ വെജിറ്റബിൾസിലെല്ലാം നമ്മൾ എണ്ണയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഇളക്കി ചേർത്ത് കഴിഞ്ഞു. ഇനി അത് വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ അരപ്പ് ചേർക്കണമല്ലോ. അരപ്പെന്ന് പറഞ്ഞാൽ നാളികേരവും ജീരകവും മാത്രമേ ഉള്ളൂ. പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് അരച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതൊരു ടിപ്പാണ്. അതായത് അവിയലിന് നാളികേരവും ജീരകവും അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ 1-2 പച്ചമുളകും കൂടി ഇടുക. അങ്ങനെ അരച്ച്
ആ അരപ്പ് നമുക്കിതാ വെന്ത് വന്നിരിക്കുന്ന ഈ അവിയൽ കഷ്ണങ്ങളിലേക്ക് അരപ്പിടാം. ഞാൻ കുറച്ച് കൂടുതൽ വേവിക്കുന്നുണ്ട്, കാരണം ഇവിടെ എല്ലാവർക്കും കുറച്ച് വെന്ത രീതിയിലാണ് ഇഷ്ടം, വെറുന്നുള്ളതല്ല ഇഷ്ടം. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം കേട്ടോ. നമ്മുടെ സദ്യക്കൊക്കെ കിട്ടില്ലേ പച്ചക്കറികളൊക്കെ വേറെ വേറെ ആയിട്ടുള്ളത്, അതാണ് എനിക്കിഷ്ടം. ഇവിടെ പക്ഷേ മെജോറിറ്റി ആളുകൾക്കും വെന്തതാണ് ഇഷ്ടം എന്നുള്ളതുകൊണ്ട് ഞാൻ മെജോറിറ്റിയുടെ കൂടെ പോയി. ഓക്കെ, അപ്പം നമ്മൾ അരപ്പ് ചേർത്ത് കഴിഞ്ഞു. ഇനി അവസാനത്തെന്ന് പറയുന്നത് കുറച്ച് തൈരിൻ്റെ പുളി അനുസരിച്ചാണ് കേട്ടോ അത് ആഡ് ചെയ്യുക. ഇതാ നമ്മുടെ പരിപ്പ് കറി ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. സിമ്പിൾ പരിപ്പ് കറിയാണ്. നിങ്ങൾക്ക് ഗ്യാസ് അല്ലെങ്കിൽ ആസിഡിറ്റി പ്രോബ്ലം ഉണ്ട് പരിപ്പ് കഴിക്കുമ്പോൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾ ചെറുപയർ പരിപ്പ് എടുക്കുക, തുവരപ്പരിപ്പ് ഒഴിവാക്കുക. അപ്പം അരപ്പൊക്കെ ആഡ് ചെയ്ത് തൈരും ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ അവിയൽ ഇതാ റെഡിയാണ് കേട്ടോ. ഇനി ലാസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മുകളിൽ ഒഴിച്ച് ഇളക്കിയാൽ നല്ല സ്വാദായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡിയാണ്. ഇനി വിളമ്പിയാൽ മതി. വാഴയില ഒന്നും സംഘടിപ്പിക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ കോവിഡ് സിറ്റുവേഷൻ കുറച്ച് കൂടുതലാണ്, കുറച്ചൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തേക്കൊന്നും പോയില്ല. ഓൺലൈനിൽ വരുത്താൻ പറ്റിയ സാധനങ്ങൾ വരുത്തി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ വാഴയില നമുക്ക് ഓൺലൈനിൽ കിട്ടിയില്ല. അതുകൊണ്ടിപ്പം നമ്മൾ സാധാരണ പേപ്പറില്ല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അവിയൽ നമ്മുടെ ഐറ്റംസൊക്കെ ഞാൻ കാണിച്ചു തരാം. അവിയലുണ്ട്, പിന്നെ അവിയലായിരുന്നു ഹൈലൈറ്റ്, പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ കാബേജ് തോരൻ, കുറുക്ക് കാളൻ, ശർക്കര ഉപ്പേരി, കായ വറുത്തത്, 2-3 തരം അച്ചാറുകൾ, പരിപ്പ് കറി, പപ്പടം പറഞ്ഞില്ലേ? ഓക്കെ, കുറുക്ക് കാളൻ ഓൾറെഡി നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു ഏട്ടൻ ഉണ്ടാക്കുന്നുണ്ട് കുറുക്ക് കാളൻ, അങ്ങനെ പാക്ക് ചെയ്ത് അയച്ചു. നിങ്ങൾക്കും അങ്ങനെ ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏട്ടൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ജയകൃഷ്ണൻ എന്നാണ് ഏട്ടൻ്റെ പേര്. അതിൽ വിളിച്ചാൽ മതി. വിളിച്ചിട്ട് നിങ്ങൾക്ക് കാളൻ മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഏട്ടൻ ഉണ്ടാക്കി പാക്കറ്റ് ഫുഡായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല ഫ്രഷായിട്ട് ഇല്ലത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല നല്ല സാധനങ്ങളുണ്ട്. അതിൻ്റെ വീഡിയോ വേറെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ പാലട പ്രഥമൻ, ലാസ്റ്റ് ഊണ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല, വിശപ്പ് കാരണേ വേഗം കഴിച്ചു. അപ്പോൾ പാലട പ്രഥമൻ നല്ല സ്വാദായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങളുടെ വിഷു സദ്യ. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി വിഷു ആശംസകൾ.